ഹലോ ഗൈസ്, മലയാള മീഡിയയിലെ ഒരു വെറൈറ്റി വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത് സൗത്ത് കൊടുവള്ളിയുള്ള ഓട്ടോ വെഞ്ചറിലാണ് കേട്ടോ. ഇവിടെ ഒരുപാടധികം ഹൈ ക്വാളിറ്റി വാഹനങ്ങളാണ് സെയിൽ ചെയ്യുന്നത്. ലോ കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് ഉള്ള മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നുമില്ലാത്ത കറക്റ്റ് സർവീസ് ഹിസ്റ്ററി ഉള്ള നല്ല ഹൈ ക്വാളിറ്റി വാഹനങ്ങൾ മാത്രമേ ഇവർ ചെയ്യുന്നുള്ളൂ. അതും നിങ്ങൾക്ക് ഓഫർ പ്രൈസിൽ നമ്മളെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ടോളി. നമുക്ക് ഓരോ വാഹനങ്ങളായിട്ട് പരിചയപ്പെടാം. പുതിയ മോഡൽ i20 ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇതൊക്കെ ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്ന വണ്ടിയാണ്. അതുപോലെ തന്നെ ഫോർച്യൂണറൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു റീപ്ലേസ്മെൻറ്റോ സ്ക്രാച്ച് പോലും ഇല്ലാത്ത നല്ല ഹൈ ക്വാളിറ്റി ഫോർച്യൂണർ ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാടധികം എക്സ്ട്രാ ഫിറ്റിങ്സുകൾ ചെയ്ത ഇന്നോവ ക്രിസ്റ്റ നമുക്ക് കാണാൻ സാധിക്കും. പോളോ ഡീസൽ പെട്രോളുണ്ട്. പിന്നെ ഇതാ കണ്ടോ, നല്ല ഹൈ ക്വാളിറ്റി ഇന്നോവ ക്രിസ്റ്റ 4 കിഡിലൻ അലോയ് വീൽസും കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടി. പോളോ നോക്കുന്നവർക്ക് ഡീസൽ പെട്രോൾ ബലേനോ തുടങ്ങിയ ഉള്ളിലും ഒരുപാട് വാഹനങ്ങളുണ്ട്. അപ്പോൾ കുറഞ്ഞ റേറ്റിൽ നല്ല ഹൈ ക്വാളിറ്റി വാഹനങ്ങൾ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ വീഡിയോ അവസാനം വരെ കണ്ടോളി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളി, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തോളി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഈ ഷോറൂമിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ പോകുന്നത് വിവേക് ബ്രോ ആണ്. ബ്രോ, മലയാള മീഡിയയിലേക്ക് സ്വാഗതം. ഓക്കെ, നമ്മുടെ പ്രോപ്പർ ലൊക്കേഷൻ എന്ന് പറഞ്ഞു. നമുക്ക് കോഴിക്കോട് നിന്ന് വരികയാണെങ്കിൽ വയനാട്ടിലോട്ടുള്ള സൗത്ത് കൊടുവള്ളി സ്റ്റോപ്പിലാണ്. ഷോറൂമിൻ്റെ പേര് ഓട്ടോ വെഞ്ചർ എന്നാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ കയ്യിൽ ഇപ്പോൾ കറന്റ് എത്ര സ്റ്റോക്ക് അവൈലബിൾ ആണ്? 100ന് മുകളിലും വണ്ടികളുണ്ട്. 100ന് മുകളിൽ വണ്ടികളുണ്ട്. ഇപ്പൊ ഈ യാർഡ് മാത്രമല്ല, യാർഡും കൂടെ ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഏത് വണ്ടിയാണ് ആവശ്യം അതൊക്കെ നമ്മുടെ വിവേക് ബ്രോ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. കൂടാതെ മാക്സിമം റേറ്റ് കുറച്ച് നല്ല ക്വാളിറ്റി വണ്ടികൾ കൊടുക്കുക. പിന്നെ എന്തെങ്കിലും നമുക്ക് എന്താ ഗ്യാരണ്ടി പറയാം? ഇപ്പൊ മേജർ ആക്സിഡന്റോ ടോട്ടൽ ലോസ് ഫ്ലഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമർ അടുത്ത് പറഞ്ഞിട്ട് കൊടുക്കാം. ഓക്കെ, ഗ്യാരണ്ടിയിൽ കൊടുക്കാം. 1 ഇയർ വാറണ്ടിയിലും കൊടുക്കുന്നുണ്ട്. വാറണ്ടിയുള്ള വണ്ടികളുണ്ട്. 16 വണ്ടിന് ശേഷം നമുക്ക് 1 ഇയർ വാറണ്ടി കൊടുക്കാൻ സാധിക്കില്ലേ. പിന്നെ അതുപോലെ തന്നെ നല്ല ഹൈ ക്വാളിറ്റി വാഹനങ്ങൾ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യുക. സെഡാന്, ഹാച്ച് ബാക്ക്, ഡീസൽ, പെട്രോൾ, ഓട്ടോമാറ്റിക്, 7 സീറ്റർ തുടങ്ങിയിട്ടുള്ള എല്ലാ വേരിയന്റിലുള്ള വാഹനങ്ങളും അവൈലബിൾ ആണ്. വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ടോളി. ഒരു സർപ്രൈസ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. വെറും 2.5 ലക്ഷം രൂപക്ക് 2 വാഹനം, ഒന്ന് പെട്രോളും ഒന്ന് ഡീസലും. അത് വീഡിയോ അവസാനം വരെ കണ്ടവർക്ക് മാത്രമേ നമ്മൾ തരുള്ളൂ കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഇതുപോലത്തെ ഒരുപാട് ക്വാളിറ്റി വണ്ടികൾ ഓഫർ പ്രൈസിൽ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ടോളി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്ന വണ്ടിയാണ് വെർണ. അത്യാവശ്യം നല്ല പെർഫോമൻസ്, നല്ല ബിൽഡ് ക്വാളിറ്റി, സ്റ്റെബിലിറ്റി ഉള്ള ഒരു വാഹനമാണ്. ഇതിന്റെ മോഡൽ ഡീറ്റെയിൽ 15 മോഡലാണ്. 15 മോഡൽ SX ആണ്, പെട്രോൾ ആണ്. SX പെട്രോൾ. വണ്ടി ഇങ്ങനെ മൊത്തം കണ്ടീഷൻ കിലോമീറ്റർ ഒക്കെ ക്ലീൻ ആണ്. 68,000 കിലോമീറ്റർ 68,000 ഓടിയിട്ടുള്ളൂ. ഈസ്റ്റർ ഒക്കെ അവൈലബിൾ അല്ലേ? ടയർ എത്ര ശതമാനം ഉണ്ട്? ടയർ നമുക്കൊരു 50-55% ടയർ ഉണ്ടാവും. അത്യാവശ്യം നല്ല ടയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മേജർ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ജസ്റ്റ് ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. കമ്പനി സെറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി അല്ലേ? ഒരു ലക്ഷറി മെയിൻ്റെനൻസ് കുറഞ്ഞ നല്ല പെർഫോമൻസ് ഉള്ള ഒരു വണ്ടിയാണ്. അപ്പൊ എത്രയാണ് ഒരു സെഡാൻ വാഹനം? 4,25,000 രൂപയ്ക്ക് കൊടുക്കാം. 4,25,000 രൂപയ്ക്ക് കൊടുക്കാം. ഏകദേശം ലോൺ എത്ര കിട്ടും? നമുക്ക് ഒരു 50,000 രൂപയ്ക്ക് ഡൗൺ പേയ്മെന്റ്, ഒരു 50,000 രൂപ മുടക്കുകയാണെങ്കിൽ നമുക്ക് പറഞ്ഞ സ്വന്തമാക്കാം. ഓക്കെ, അപ്പൊ അടുത്തതായിട്ട് ഒരുപാട് പേര് എൻക്വയറി ചെയ്യണം. നെക്സ്റ്റ് വാഹനമാണ് ബലേനോ. അതും ഈ ഒരു ഷേപ്പ് 2019 മോഡൽ ഡെൽറ്റയാണ്. 19 മോഡൽ ഡെൽറ്റ പെട്രോൾ ആണ്. പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ്, ഫോഗ് ലാമ്പ്, DRL ഒക്കെ വരും. അന്ന് ഇറങ്ങിയ ന്യൂ ഷേപ്പ് ആണ്. ഓക്കെ, അന്ന് ഇറങ്ങിയ ഒരു ന്യൂ ഷേപ്പ് വേരിയന്റ് ആണ്. ടയർ എത്ര ശതമാനം ഉണ്ട്? ടയർ നമുക്ക് ഒരു 50% ടയർ ഉണ്ടാവും. കിലോമീറ്റർ ഓണർഷിപ്പ് ഒക്കെ? കിലോമീറ്റർ 55,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർ. മേജർ റീപ്ലേസ്മെന്റ് ആയിട്ട് കാര്യങ്ങളൊന്നുമില്ല അല്ലേ? ജസ്റ്റ് ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, ക്ലൈമറ്റ് കൺട്രോൾ, AC, എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോൾ, സീറ്റ് കവർ കാര്യങ്ങൾ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. പെട്രോൾ ഏകദേശം ഒരു 18 കിലോമീറ്ററോളം മൈലേജ് നമുക്ക് ഓൺ റോഡിൽ കിട്ടുന്ന ഒരു വാഹനം കൂടിയാണ്. അപ്പൊ എത്രയാണ് ഈ മുതലിന് ആസ്ക് ചെയ്യുന്നത്? 5,80,000 രൂപയ്ക്ക് കൊടുക്കാം. 5,80,000 രൂപയ്ക്ക്. ഓക്കെ, ഏകദേശം എത്ര തുക ഡൗൺ പേയ്മെന്റ് ഇടരുത്? നമുക്കൊരു 10-50,000 രൂപയ്ക്ക് ഡൗൺ പേയ്മെന്റിൽ നമുക്ക് കൊടുക്കാം. ഒരു 50,000 രൂപ മുടക്കുകയാണെങ്കിൽ നമുക്ക് ബലേന സ്വന്തമാക്കട്ടോ. അടുത്തായിട്ട് നമുക്ക് പോളോ ഡീസലാണ് പെട്രോൾ ആണ്. അപ്പൊ മെയിൻ്റെനൻസ് ഒന്നുകൂടി കുറയും. മോഡൽ എത്രയാണ്? 2019 മോഡലാണ്. 19 മോഡൽ. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. നിലവിൽ എത്ര സഞ്ചരിച്ചിട്ടുണ്ട് വണ്ടി? നമുക്ക് 39,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ജെനുവിൻ അല്ലേ? എന്തെങ്കിലും മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല അല്ലേ? ജസ്റ്റ് ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ സീറ്റ് കവർ, കമ്പനി ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്, ക്ലൈമറ്റ്, AC, സ്റ്റിയറിംഗ് കൺട്രോൾ,
എയർ ബാഗ് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും പിന്നെ സ്റ്റെബിലിറ്റി ഉള്ള മെയിൻ്റെനൻസ് കോസ്റ്റ് കുറഞ്ഞ പോളോ. ഓക്കെ, അപ്പോൾ എത്രയാണ് ഈ ഒരു വണ്ടിക്ക് ആസ്ക് ചെയ്യുന്നത്? 5,50,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. 5,50,000 രൂപ അല്ലേ? ടയേഴ്സ് എത്ര ശതമാനം ഉണ്ട്? ടയേഴ്സ് നമുക്കൊരു 60% ടയേഴ്സും ഉണ്ട്. 5,50,000 രൂപയ്ക്ക് നമുക്ക് പോളോ സ്വന്തമാക്കാം, പെട്രോൾ കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഇനോവ ക്രിസ്റ്റ പരിചയപ്പെടാം. അതും 2.8 ഓട്ടോമാറ്റിക് വണ്ടി. ഓക്കെ, 4 കിഡിലൻ അലോയ് വീൽസ്. ഇത് അതർ സ്റ്റേറ്റ് ഡൽഹി രജിസ്ട്രേഷൻ ആണ് അല്ലേ? ഇത് മോഡൽ എത്രയാണ്? 2016 G4 ഓട്ടോമാറ്റിക് ആണ്. 2016 മോഡൽ G4 ഓട്ടോമാറ്റിക് ആണ്. കിലോമീറ്റർ 85,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. ജെനുവിൻ ആണോ? ജെനുവിൻ കിലോമീറ്റർ, കറക്റ്റ് കമ്പനി സർവീസ് ഉണ്ട് അല്ലേ? എന്തെങ്കിലും മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല അല്ലേ? ഓക്കെ, അപ്പൊ ഇതിന്റെ അലോയ് വീലാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നല്ല കോസ്റ്റ്ലി അലോയ് വീൽസ് ഒക്കെ ചെയ്ത വണ്ടിയാണ്. അത് മാത്രമല്ല ഇന്റീരിയർ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ തന്നെ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, ടച്ച് സ്ക്രീൻ ചെയ്തിട്ടുണ്ട്. ടച്ച് സ്ക്രീൻ കാര്യങ്ങളൊക്കെ പക്ക വർക്കിംഗ് അല്ലേ? AC തുടങ്ങിയ എല്ലാ ഭാഗങ്ങളും നീറ്റ് അല്ലേ? സിംഗിൾ ഓണർഷിപ്പിലുള്ള ലോ കിലോമീറ്റർ ഹിസ്റ്ററി ഉള്ള ഒരു വണ്ടി. എത്രയാണ് എക്സ്പെക്ട് ചെയ്യണേ? 13.5 ലക്ഷം രൂപയ്ക്ക് നമുക്ക് NOC കൊടുക്കാം. 13.5 ലക്ഷം രൂപയ്ക്ക് ഓട്ടോമാറ്റിക് റിസ്റ്റ് കൊടുക്കാം. അതും ഏകദേശം എത്ര നമ്പർ ആക്കാൻ വരും? നമുക്ക് 2 ലക്ഷം രൂപ റേഞ്ച് ഒരു RTO അനുസരിച്ച് മാറും. എന്നാലും 2 ലക്ഷം രൂപന്റെ ഉള്ളിൽ നമുക്ക് നമ്പർ ആക്കി എടുക്കാം. അപ്പോൾ ഒരു 15-15 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഒരു ക്രിസ്റ്റ സ്വന്തമാക്കി കൂടെ. എന്നിട്ട് വേണം നമുക്ക് ലോണും ചെയ്യാം. ഓക്കെ, അല്ല നമുക്ക് ഈ ഡൽഹി രജിസ്ട്രേഷനിൽ ലോൺ ചെയ്ത് കൊടുക്കും. അതിൽ തന്നെ ചെയ്യാൻ പറ്റൂലേ? അപ്പൊ അടുത്തതായിട്ട് നമുക്ക് 2015 മോഡൽ 16 രജിസ്ട്രേഷൻ ഡീസൽ സ്വിഫ്റ്റ് ആണ്. ഓക്കെ, ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. സെക്കൻഡ് ഓണർ അല്ലേ? വണ്ടി നിലവിൽ എത്ര സഞ്ചരിച്ചിട്ടുണ്ട്? 92,000 കിലോമീറ്റർ ആണ് ഓടിക്കുന്നത്. അത് ജെനുവിൻ ആണ്? കിലോമീറ്റർ ജെനുവിൻ ആണ് അല്ലേ? ഓക്കെ, 92,000 കിലോമീറ്റർ ഓടി. സാധാരണ 1 ലക്ഷത്തിന് മുകളിലായിരിക്കും സ്വിഫ്റ്റ് സഞ്ചരിച്ചിട്ടുണ്ടാവുക. എന്തെങ്കിലും മേജർ ആക്സിഡന്റ് ടയർ എത്ര ശതമാനം? ടയർ നമുക്ക് ബാക്ക് ടയർ ആണെങ്കിൽ ഒരു 30% ഒക്കെ ഉള്ളൂ. ഫ്രണ്ട് ടയർ ആണെങ്കിൽ ഒരു 50%. ഓണർഷിപ്പ് സിംഗിൾ ആണോ? സെക്കൻഡ് ഓണർ അല്ലേ? ഡീസലാണ്. ഓക്കെ, അതാണ് ഹൈലൈറ്റ്. 20ന് മുകളിൽ മൈലേജ് വരെ ലഭിക്കുന്ന ആൾക്കാരുണ്ട്. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വെൽ മെയിൻറ്റൈൻഡ് ഇന്റീരിയർ ആണ്. സെറ്റും കാര്യങ്ങളൊക്കെ ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ എത്രയാണ് ഈ ഒരു ഡീസൽ വാഹനത്തിന് ആസ്ക് ചെയ്യുന്നത്? 4,35 ആണ് നമുക്ക് ചോദിക്കുന്നത്. 4,35,000 രൂപ. അതിൽ ലോൺ ചെയ്യാൻ എന്ത് ചെയ്യാനോ നമുക്കൊരു 3.25 ലക്ഷം രൂപയ്ക്ക് എന്തായാലും ലോൺ ചെയ്യില്ല. അപ്പൊ ചെറിയൊരു തുക ഡൗൺ പേയ്മെന്റ് ഇടുകയാണെങ്കിൽ സുഖമായിട്ട് ഒരു ഡീസൽ സ്വിഫ്റ്റ് സ്വന്തമാക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്തതായിട്ട് ലോ മെയിൻ്റെനൻസിൽ അത്യാവശ്യം മൈലേജ് ഒക്കെ ലഭിക്കുന്ന ഒരു ഫാമിലി 7 സീറ്റർ അല്ലേ? ഓക്കെ, ഇത് എത്ര മോഡല്? 2020 മോഡലാണ്. 20 മോഡല്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് 16,000 കിലോമീറ്റർ. ഓപ്ഷൻ ഏതായിരുന്നു? ഓപ്ഷൻ നമുക്ക് RXL ആണ് വരുന്നത്. RXL അല്ലേ? പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ് ഒക്കെ വരും, അലോയ് വീൽസ് വരും, ഒരുപാട് സിൽവർ ബീഡിങ്ങുകൾ കാര്യങ്ങളൊക്കെ കമ്പനി കൊടുക്കുന്ന വണ്ടിയാണല്ലേ? പിന്നെ വണ്ടി എന്തെങ്കിലും മേജർ ആക്സിഡന്റ് ഒന്നുമില്ല, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒരു ചെറിയൊരു 7 സീറ്റർ ചെറിയ ഫാമിലിക്കൊക്കെ സുഖമായി അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി പെർഫോമൻസ് ഒക്കെ ഉള്ളൊരു വണ്ടിയാണ്. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ എയർ ബാഗ്, ടച്ച് സ്ക്രീൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ എത്രയായിരിക്കും ഈ വാഹനത്തിന്? 5,60,000 രൂപയ്ക്ക്. 5,60,000 ഒരു നല്ലൊരു മോഡൽ കൂടി 7 സീറ്റർ. മാക്സിമം ഫുള്ള് ലോണും കയറും. ഓക്കെ, അപ്പൊ നല്ലൊരു സിബിൽ സ്കോറും ട്രാക്കുള്ള ഒരു കസ്റ്റമർ ആണെങ്കിൽ ഫുള്ള് ലോണിൽ ഒരു 7 സീറ്റർ വാഹനം സ്വന്തമാക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തതായിട്ട് നല്ല കിഡിലൻ പഞ്ചാബ് സ്റ്റൈൽ അലോയിലൊക്കെ ഇട്ട ഒരു ഡീസൽ ഐറ്റന്റ് പരിചയപ്പെടാം. ഇത് എത്ര മോഡല്? 2017 മോഡല്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 97,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കറക്റ്റ് കമ്പനി സർവീസ് ആണ്. പ്ലാറ്റിനം അലോയിലൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ? 97,000 കിലോമീറ്റർ ഡീസൽ. അത് ജെനുവിൻ ആണോ? ജെനുവിൻ കിലോമീറ്റർ, കമ്പനി സർവീസ്. സെക്കൻഡ് ഓണർ. വാഹനത്തിന് എന്തെങ്കിലും മേജർ ആക്സിഡന്റ് ഒന്നുമില്ലല്ലേ? ഡീസൽ അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ് ടൈറ്റൻ്റെ. അത് മാത്രമല്ല സ്റ്റെബിലിറ്റി, പെർഫോമൻസ്, ഡ്രൈവിംഗ് കംഫർട്ട് ഒക്കെ തികഞ്ഞൊരു വണ്ടിയാണ്. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ കമ്പനി സീറ്റ് അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾ, എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്ന ഹിസ്റ്ററി ഉള്ള വണ്ടി. എത്രയാണ് ആസ്ക് ചെയ്യണേ? നമുക്ക് 5,85,000 രൂപയ്ക്ക്. 5,85,000 ഏകദേശം എത്ര ലോൺ കിട്ടും നമുക്ക്? 10,50,000 രൂപയൊക്കെ. 50,000 രൂപ മുടക്കുകയാണെങ്കിൽ സുഖമായിട്ട് ഒരു ഐറ്റനി സ്വന്തമാക്കാം. ഏകദേശം മാസം ചെറിയൊരു തുക അടച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഒരു ഐറ്റനി സ്വന്തമാക്കാം. ഒരു ഡീസൽ വണ്ടി കേട്ടോ. പഴയ മോഡൽ മാത്രമല്ല പുതിയ അതും ഡീസലാണ്. 2021 മോഡൽ വണ്ടിയാണ്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് 74,000 കിലോമീറ്റർ ആണ് ഓടിക്കുന്നത്. 74,000 കിലോമീറ്റർ സ്പോർട്സ് ഓപ്ഷൻ വരുന്ന വണ്ടിയാണ്. വണ്ടിക്ക് എന്തെങ്കിലും മേജർ ആക്സിഡന്റ് ഒന്നുമില്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓണർഷിപ്പ് സിംഗിൾ അല്ലേ? ഓക്കെ, അതുപോലെ തന്നെ ഡീഫോഗർ കാര്യങ്ങളൊക്കെ വരുന്ന സ്പോർട്സ് വേരിയന്റ് ആണ്. ടയർ എത്ര ശതമാനം ഉണ്ട്? ടയർ നമുക്കൊരു 40% ടയർ. 40%. ഡീസൽ ഏകദേശം ഒരു 20ന്റെ അടുത്ത് മൈലേജ് കിട്ടൂലേ? ഓക്കെ, ഇന്റീരിയർ ഭാഗം വരികയാണെങ്കിൽ ടച്ച് സ്ക്രീന്, സ്റ്റിയറിംഗ് കൺട്രോൾ, എയർ ബാഗ് വരും. നല്ല പെർഫോമൻസ് തികഞ്ഞൊരു വണ്ടിയാണ് കേട്ടോ.
ഓക്കെ. ഈ സ്പോർട്സ് വേരിയന്റിന് എത്രയാണ് നമ്മൾ ആസ്ക് ചെയ്യണത്? നമുക്ക് 7,90,000 രൂപ കൊടുക്കാം. 7,90,000 കൊടുക്കാം. ഡീസൽ വണ്ടി. ഏകദേശം എത്ര ഡൗൺ പേയ്മെന്റ് ഇറക്കാം? നമുക്ക് ഒരു 50,000 രൂപയ്ക്ക് ഡൗൺ പേയ്മെന്റ് ഇറക്കി കൊടുക്കാം. ഫുൾ ലോൺ കിട്ടാൻ ചാൻസ് ഉണ്ട്? നല്ല ട്രാക്ക് മാക്സിമം ഫുൾ ലോൺ വേണമെങ്കിൽ കൊടുക്കാൻ ചാൻസ് ഉള്ള ഒരു വണ്ടി കൂടിയാണ്. ഡീസലാണ്, അത് ആരും മറക്കണ്ട. അപ്പൊ അടുത്തതായിട്ട് നമ്മുടെ ജനപ്രിയ വാഹനം ഫോർച്യൂണർ 2014 വണ്ടിയാണ്. ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് 2 വീൽ ഓട്ടോമാറ്റിക് 14 കേരള രജിസ്ട്രേഷൻ ആണ് ഇപ്പോൾ നിലവിലുള്ളത്. അത് 1,55,000 കിലോമീറ്റർ ഓടിയിരിക്കുന്ന ജെന്യൂൻ കിലോമീറ്റർ. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. അതർ സ്റ്റേറ്റ് വണ്ടി റീപ്ലേസ് ഇല്ല എന്ന് പറയുന്നത് അത്ഭുതമാണ് കേട്ടോ. റീപ്ലേസ് ഇല്ലാത്ത വണ്ടി കിട്ടാൻ വളരെ നമ്മൾ എടുക്കല്ലേ. നമ്മള് അധികം വണ്ടിയേക്കും ഗ്ലാസ് പൊട്ടിണ്ടാവും, ഡോർ റീപ്ലേസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഇതിപ്പോ ഒന്നുമില്ല അല്ലെ, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 2 വീൽ ഓട്ടോമാറ്റിക്. ഓണർഷിപ്പ് സിംഗിൾ ഓണർ. ടയർ എത്ര ശതമാനം? നമുക്കൊരു 50% ടയർ, 50% ടയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 2 വീൽ ഓട്ടോമാറ്റിക് ആണ്. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു കണ്ടീഷൻ ഇന്റീരിയർ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ ഭാഗങ്ങളും വർക്കിംഗ് അല്ലേ വണ്ടിന്റെ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഇന്റീരിയർ ആണ് കേട്ടോ. അപ്പോൾ എത്രയാണ് ഈ 2 വീൽ ഓട്ടോമാറ്റിക് വാഹനത്തിന്? നമുക്ക് 12,75,000 NOC കൊടുക്കാം. 12,75 വിത്ത് NOC കൊടുക്കാം. നമ്പർ ആക്കാൻ 2ന്റെ ഉള്ളിൽ കാണേണ്ടി വരും. എന്നാലും ഈ നമ്പർ തന്നെ ലോൺ ആക്കി കൂടെ. ലോൺ ആക്കണമെങ്കിൽ ലോൺ ആക്കും ചെയ്യാം. പെട്ടെന്ന് കോൺടാക്ട് ചെയ്താൽ ഓഫർ പ്രൈസിൽ ക്വാളിറ്റി വണ്ടികളാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ. നമുക്ക് ഉള്ളിലേക്ക് അടക്കാം. അപ്പൊ അടുത്തായിട്ട് നമുക്ക് ഹുണ്ടായിന്റെ ആക്സെന്റ് പരിചയപ്പെടാം. ഒരു സെഡാൻ വാഹനം അല്ലേ? ഓക്കെ. ഇതിന്റെ ഡീറ്റെയിൽ വരുന്നത് 2015 മോഡൽ എസ് ആണ്. 15 മോഡൽ എസ് വേരിയന്റ് ആണ് വരുന്നത് അല്ലേ? അത് മാത്രല്ല വണ്ടി നിലവിൽ എത്ര ഓടിയിട്ടുണ്ട്? ഓണർഷിപ്പ് 84,000 കിലോമീറ്റർ ഓടുള്ളൂ. സിംഗിൾ ഓണർ 84. ജെനുവിൻ ആയിട്ട് ഹിസ്റ്ററി അവൈലബിൾ അല്ലേ? ഓപ്ഷൻ ഏതായിരുന്നു? ഓപ്ഷൻ എസ് ആണ്. എസ്. അത് അലോയ് വീൽസ് കമ്പനി വരുന്നതല്ലേ? കമ്പനി വരുന്ന അലോയ് വീൽ. അതുപോലെ തന്നെ ടയർ എത്ര ശതമാനം ഉണ്ട്? നമുക്ക് ഫ്രണ്ട് വീൽ ആണെങ്കിൽ പുതിയ ടയറാണ്. ബാക്കിലാണെങ്കിൽ കുറച്ച് കുറവുണ്ട്. നമുക്ക് 35% ബാക്കിൽ ടയർ ഉണ്ട്. ഫ്രണ്ടിൽ നമുക്കൊരു 100% ടയർ വരുന്നുണ്ട്. ഇന്റീരിയർ ആയാലും കമ്പനി സെറ്റ്, അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ, എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു വണ്ടിയാണ്. പെട്രോൾ ആയതുകൊണ്ട് മൈലേജ് ഒരു 15 വരെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? 15 വരെ കിട്ടുന്ന ഒരു സെഡാൻ വാഹനമാണ്. മെയിൻ്റെനൻസ് കുറവായിരിക്കും കേട്ടോ. ഓക്കെ. എത്രയാണ് മുതൽ ആസ്ക് ചെയ്യുന്നത്? നമുക്ക് 3,55,000 രൂപയ്ക്ക് കൊടുക്കാം. 3,55 കൊടുക്കാം. വാഹനത്തിന് എത്ര ലോൺ ചെയ്യാൻ പറ്റും? ഒരു 40 രൂപ 50 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കി കൊടുക്കാം. ഫുൾ ലോൺ കിട്ടാൻ ചാൻസ് ഉണ്ടോ? നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ മാക്സിമം ഫുൾ ലോൺ വരെ കിട്ടുന്ന ഒരു വാഹനം കൂടിയാണ് കേട്ടോ. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ടിയാഗോ പരിചയപ്പെടാം. അത് ഡോക്ടറിന്റെ സ്റ്റിക്കർ ഒക്കെ കാണുന്നുണ്ട്. ജെനുവിൻ ആണോ? ഓക്കെ. ഇത് മോഡൽ എത്രയാണ്? 2017 മോഡൽ എക്സെറ്റ് ആണ്. 17 മോഡൽ എക്സെറ്റ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 54,000 കിലോമീറ്റർ. 54,000. അത് ജെനുവിൻ ഹിസ്റ്ററി ആണ്. വണ്ടിക്ക് എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ആയിട്ട് പിന്നെ മെയിനായിട്ട് പറയാനുള്ള ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് വെഹിക്കിൾ ആണ് അല്ലേ? ഓക്കെ. ടയർ എത്ര ശതമാനം ഉണ്ട്? ടയർ നമുക്ക് ഫ്രണ്ട് വീൽ ആണെങ്കിൽ പുതിയ ടയറാണ്. ഫ്രണ്ടും ബാക്കും പുതിയ ടയർ. 80% ടയർ. 80% ടയറും കാര്യം വരുന്നുണ്ട്. ഇന്റീരിയർ നോക്കുകയാണെങ്കിലും സ്റ്റീരിയോ, എയർ ബാഗ്, 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒരു വാഹനം കൂടിയാണ്. ഓക്കെ. അപ്പൊ എത്രയാണ് ഈ വാഹനത്തിന് എക്സ്പെക്ട് ചെയ്യുന്നത്? 4,40,000 രൂപയ്ക്ക് കൊടുക്കാം. 4,40,000 രൂപയ്ക്ക് സിംഗിൾ ഓണർ വണ്ടി. ഡോക്ടർ യൂസ് സെക്കൻഡ് ഓണർ ഡോക്ടർ യൂസ് വണ്ടി കൊടുക്കാം. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്തായിട്ട് ഡാർക്ക് എഡിഷൻ. ഒരുപാട് പേര് എൻക്വയറി ഉണ്ട് ഡാർക്ക് എഡിഷൻ ഉണ്ടോന്ന്. സ്പെഷ്യൽ എഡിഷൻ വാഹനമാണ്. ഇത് നമുക്ക് പ്രൈം തന്നെ വരുന്നത്. 2022 മോഡൽ ഡാർക്ക് എഡിഷൻ ആണ്. 2022 മോഡൽ ഫുൾ ഓപ്ഷൻ വണ്ടി. പക്ഷെ അന്ന് നമുക്ക് സൺറൂഫ് വരുന്നില്ല. ഓക്കെ. അന്നത്തെ ഫുൾ ഓപ്ഷൻ ആണ്, പക്ഷെ സൺറൂഫ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ലേ? ഓക്കെ. ഇത് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് 36,000 കിലോമീറ്റർ ആണ് ഓടിയത്. 36,000 കിലോമീറ്റർ ഓടിയ ഡാർക്ക് എഡിഷൻ. എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കമ്പനി വാറണ്ടി ഇപ്പൊ ഇനിയിപ്പോ ഒരു 5.5 വർഷം വാറണ്ടി ഉണ്ട്. 5.5 വർഷം വാറണ്ടി അല്ലേ? എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഓക്കെ. ഇത് എത്രയാണ് കിലോമീറ്റർ? 36,000 കിലോമീറ്റർ. അതല്ല വണ്ടിന്റെ റേഞ്ച് നമുക്ക് പ്രൈം ആണ് 350 ആണ് കമ്പനി പറയുന്നത്. ഒരു 250 നമുക്ക് കിട്ടൂട്ടോ. അത്യാവശ്യം നല്ല ഡാർക്ക് എഡിഷൻ ആയതുകൊണ്ട് വളരെ മനോഹരമാണ് ഇതിന്റെ ഇന്റീരിയർ കാണാൻ തന്നെ. ഓക്കെ. അപ്പൊ എത്രയാണ് ഈ വാഹനത്തിന് ആസ്കിന്? ഓൺ റോഡ് പ്രൈസും ഇപ്പത്തെ പ്രൈസും? 11 അന്ന് ഇറങ്ങിയ സമയത്ത് 17 ലക്ഷത്തി സംതിങ് വില വരുന്ന വണ്ടിയാണ്. ഇപ്പൊ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ 11,90,000 രൂപയ്ക്ക് കൊടുക്കാം. 11,90 കൊടുക്കാം. അപ്പൊ അത്രയും പ്രൈസിന്റെ വ്യത്യാസത്തിൽ നമുക്ക് വാഹനം കൊടുക്കാൻ സാധിക്കും കേട്ടോ. ഓക്കെ. ലോൺ കിട്ടൂല മാക്സിമം ഫുൾ ലോൺ. നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ ഫുള്ള് ലോൺ കിട്ടുന്ന ഒരു വണ്ടിയാണ് കേട്ടോ. ഓക്കെ. നമുക്ക് അടുത്തായിട്ട് വാഗണർ പരിചയപ്പെടാം. ZXi ആണ്. 2022 മോഡൽ 17,000 കിലോമീറ്റർ ഓടി ZXi ആണ്. ZXi ആണ് അല്ലേ? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ്.
സിംഗിൾ ഓണർ. കമ്പനി വാറണ്ടി നിലനിൽക്കുന്നുണ്ട്. കമ്പനി 27 വരെ വാറണ്ടി നിലനിൽക്കുന്നുണ്ട്. കമ്പനി വാറണ്ടി നിലനിൽക്കുന്ന ഒരു വാഹനമാണ്. വണ്ടിക്ക് ഇപ്പോൾ എന്തെങ്കിലും റീപ്ലേസ് മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല അല്ലേ? ഓക്കെ, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു വണ്ടിയാണ്. അത്യാവശ്യം നല്ല മൈലേജ് കിട്ടും. ഏകദേശം 18-20 ഉള്ളിൽ മൈലേജ് 1.2 ആണ്. ഓക്കെ, അത്യാവശ്യം നല്ല മൈലേജ് ലഭിക്കും. നല്ല സീറ്റ് അർച്ച് ചെയ്തിട്ടുണ്ട്. കമ്പനി സെറ്റ് വരുന്നുണ്ട്. എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോൾ, ഡുവൽ എയർ ബാഗ് വരുന്ന വണ്ടിയല്ലേ? ഓക്കെ, അപ്പോൾ എത്രയാണ് ZXC വാഗണറിന്? നമുക്ക് 6 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 6 രൂപ കൊടുക്കാം. ഏകദേശം എത്ര ലോൺ കിട്ടും? ലോൺ നമുക്ക് ഏകദേശം ഒരു 10-50,000 രൂപ ഡൗൺ പേയ്മെന്റിലും കൊടുക്കാം. 50,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ബലേനോ പരിചയപ്പെടാം അല്ലേ? ഓട്ടോമാറ്റിക്കാ മാനുവലാണ് അല്ലേ? മോഡൽ എത്ര? 2016 മോഡൽ ഡെൽറ്റയാണ്. 16 മോഡൽ ഡെൽറ്റ എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. നിലവിൽ എത്ര കിലോമീറ്റർ ആണ്? 55,000 കിലോമീറ്റർ ആണ് ഓടിയത്. അത് ജെനുവിൻ ഹിസ്റ്ററി അവൈലബിൾ ആണോ? സർവീസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സർവീസ് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, നിലവിൽ കഴിഞ്ഞിട്ടുണ്ടല്ലേ? ടയേഴ്സ് എത്ര പെർസെന്റേജ് ഉണ്ട്? ഒരു 60% ടയേഴ്സ് ഉണ്ടാവും. 60% വരുന്നുണ്ട്. ഇപ്പൊ ജസ്റ്റ് ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ കമ്പനി സീറ്റ് അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് അല്ലേ? പിന്നെ ഗിയർ നോബ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോൾ സിസ്റ്റം, ക്ലൈമറ്റ്, AC എല്ലാം വരുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും തികഞ്ഞൊരു വണ്ടി. ഇനി പ്രൈസും കൂടിയാണ് തികയേണ്ടത്. പ്രൈസ് എത്ര? ഒരു 5,30,000 രൂപയ്ക്ക് കൊടുക്കാം. 5,30,000 രൂപ. പിന്നെ വേറെ കാര്യം പറയാനുള്ളത്, ഇപ്പൊ ഈ എല്ലാ വാഹനങ്ങളും പറഞ്ഞതിലും നമുക്ക് വില എന്തായാലും നെഗോഷ്യബിൾ ആയിട്ട് ചെയ്ത് കൊടുക്കണം. അത് നമ്മളൊരു നിർബന്ധമാണ്. സ്പെഷ്യൽ ഓഫറിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ വീണ്ടും നമുക്ക് ഹുണ്ടായിന്റെ i10 ഗ്രാൻഡ് ഓട്ടോമാറ്റിക് അല്ലേ? ഓക്കെ, ഓണർഷിപ്പ് കിലോമീറ്റർ ഒക്കെ സിംഗിൾ ഓണർഷിപ്പ് ആണ്. ആകെ 15,000 കിലോമീറ്റർ ഓടിക്കും. വെറും 15,000 ഓട്ടോമാറ്റിക്. വെറും 15,000 കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചൊരു വണ്ടിയാണ്. പിന്നെ അതുപോലെ തന്നെ ഇന്റീരിയർ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഇന്റീരിയർ ആണ് കേട്ടോ. ടയർ എത്ര ശതമാനം? പുത്തൻ ടയർ അല്ലേ? അപ്പോൾ ലോ കിലോമീറ്റർ വണ്ടിയാണ്. ഓട്ടോമാറ്റിക്കും ആണ്. അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. പ്രൈസിൽ എന്തെങ്കിലുമൊക്കെ ഓഫർ ഉണ്ടോ? നമുക്കൊരു 4,70,000 രൂപയ്ക്ക് വണ്ടി കൊടുക്കാം. 4,70,000 രൂപയ്ക്ക്. ഓക്കെ, ഓട്ടോമാറ്റിക് വണ്ടി. പിന്നെ അത് മാത്രമല്ല, ലോൺ എത്ര കിട്ടും ഇനി? ലോൺ നമുക്കൊരു 3.25 ലക്ഷം രൂപയോളം ലോണും കൊടുക്കും. അപ്പൊ ചെറിയൊരു തുക മുടക്കുകയാണെങ്കിൽ നമുക്ക് i10 സ്വന്തമാക്കാൻ സാധിക്കും അല്ലേ? i20ന്റെ ഒരു സ്ഥലം തോന്നൂല്ലേ? മെയിൻ ഏരിയ തോന്നുന്നു. കൂടുതൽ പ്രയോറിറ്റി കൊടുക്കും ഹുണ്ടായി വണ്ടികൾക്കല്ലേ? ഹുണ്ടായി വണ്ടിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഡ്രൈവിംഗ് കംഫർട്ട് വളരെ. സ്റ്റിയറിംഗ് ആയാലും ഗിയർ ബോക്സ് ആയാലും നല്ല ഡ്രൈവിംഗ് കംഫർട്ട് കാഴ്ചവെക്കുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വാഹനമായിരിക്കും. ഓക്കെ, ഇത് പെട്രോൾ ആണ്. അപ്പൊ ഒന്നും കൂടി മെയിൻ്റെനൻസ് കുറയും. 2018 മോഡലാണ്. ഓക്കെ, 18 മോഡൽ. ഓണർഷിപ്പ് തേർഡ് ആണ്. നിലവിൽ എത്ര ഓടിയിട്ടുണ്ട്? 49,000 ഓടിയിട്ടുള്ളൂ. 49,000 ഓടിയിട്ടുണ്ട്. ഞങ്ങൾ കൊടുത്ത വണ്ടി തന്നെയാണ്. ഓക്കെ. പിന്നെ വണ്ടിക്ക് എന്തെങ്കിലും അപാകതകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓപ്ഷൻ ഏതായിരുന്നു? ഓപ്ഷൻ മാഗ്ന പ്ലസ്. ടയർ എത്ര ശതമാനം ഉണ്ട്? ടയർ നമുക്കൊരു 40-50% ടയർ ഉണ്ട്. ഇന്റീരിയർ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നിങ്ങൾക്ക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് കേട്ടോ. മാഗ്ന എന്ന് കരുതിയിട്ട് വെറിയിടാവേണ്ട ആവശ്യമില്ല. ഫീച്ചേഴ്സിന്റെ ഒരു ഫീച്ചേഴ്സ് ബഡ്ജറ്റ്, നമ്മുടെ ബഡ്ജറ്റിനാണെങ്കിൽ ഫീച്ചേഴ്സ് കൊടുക്കുന്ന ഒരു കമ്പനിയാണ് കേട്ടോ ഹുണ്ടായി. അപ്പോൾ ഫീച്ചേഴ്സിന്റെ കാര്യത്തിൽ നിങ്ങൾ വെറിയിടാവേണ്ട ഒരു ആവശ്യമില്ല. അപ്പൊ എത്രയാണ് ഈ ഒരു വാഹനത്തിന്? 4,85,000 രൂപയ്ക്ക് കൊടുക്കും. 4,85,000 കൊടുക്കാം. ഏകദേശം എത്ര ലോൺ കിട്ടും? നമുക്ക് ഏകദേശം ഒരു 30,000-40,000 രൂപ ഡൗൺ പേയ്മെന്റിൽ വണ്ടി ഒരു 40,000 രൂപ മുടക്കുകയാണെങ്കിൽ ഐറ്റം സ്വന്തമാക്കാല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് അടുത്തതായിട്ട് ഈ ലേഡീസിനൊക്കെ പറ്റിയൊരു വാഹനമാണ് ക്വിഡ് കേട്ടോ. ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്നുണ്ട്. ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും അതുപോലെ തന്നെ മെയിൻ്റെനൻസ് കോസ്റ്റ് വളരെ കുറഞ്ഞൊരു വണ്ടി കൂടിയാണ്. എത്രയാണ് ഇത് മോഡൽ? 2018 മോഡലാണ്. 18 മോഡൽ കിട്ടാണ്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ്. എത്ര കിലോമീറ്റർ ഓടി? 50,000 കിലോമീറ്റർ ഓടി. 50,000 കിലോമീറ്റർ. ജെനുവിൻ അല്ലേ? എന്തെങ്കിലും പാർട്സ് മേജർ കാര്യങ്ങളൊന്നുമില്ല. ഗ്ലാസിന്റെ നമ്മൾ ചെറിയൊരു ക്രാക്ക് ഉണ്ട്, ക്ലിയർ ചെയ്ത് കൊടുക്കാം. അത് കാണിച്ചിട്ട് തന്നെ കൊടുക്കാം. ഓക്കെ, ഇപ്പൊ ജസ്റ്റ് ഇന്റീരിയർ നോക്കുകയാണെങ്കിലും സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. കമ്പനി ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. എയർ ബാഗ് ഇല്ലാതെ തോന്നുന്നു. ഓക്കെ, എത്രയാണ് ആസ്കിന് വണ്ടിക്ക്? നമുക്ക് 2,95,000 രൂപയ്ക്ക് കൊടുക്കാം. 2,95,000. എത്ര ലോൺ കിട്ടും? ഫുള്ള് ലോൺ. ഓക്കെ, വെറും 2,95,000 രൂപ ഒരു ആൾട്ടൊക്കെ സ്വന്തമാക്കുന്ന പ്രൈസിന് കുറച്ചൊരു ചെറിയൊരു മിനി SUV നമുക്ക് കൊടുക്കാൻ പറ്റും അല്ലേ? ഓക്കെ, ഫുള്ള് ലോണും കൊടുത്ത് ചെയ്യാം. ഓക്കെ, അപ്പൊ അടുത്തതായിട്ട് ഇലക്ട്രിക് വാഹനം, EV വാഹനം നമുക്ക് പരിചയപ്പെടാം. അതുപോലെ തന്നെ ഇത് കിലോമീറ്റർ ആണ് ഇതിന്റെ. ഇത് പ്രൈമിലാണ് വരുന്നത്. പ്രൈമാണ്. അപ്പം കമ്പനി 350 കിലോമീറ്റർ പറയുന്നുണ്ട്. ഒരു 250 ചുരുങ്ങി നമുക്ക് കിട്ടും. ഓക്കെ, ഒരു ചാർജിന് ഏകദേശം എത്ര ഒരു എമൗണ്ട്? അതൊരു 500 രൂപ റേഞ്ച്. 500 രൂപന്റെ ഉള്ളിൽ നമുക്ക് 250ഓളം കിലോമീറ്റർ സഞ്ചരിക്കാൻ പറ്റിയൊരു ബസ്സിന്റെ ക്യാഷ് ഉണ്ടെങ്കിൽ, ബസ്സിന് കൊടുക്കുന്ന പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വാഹനത്തിൽ സഞ്ചരിക്കാം കേട്ടോ. ഓക്കെ, ഇതിന്റെ മോഡൽ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ 21 മോഡലാണ്. 21 മോഡൽ. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ്. 60,000 കിലോമീറ്റർ ഓടിയിട്ട്
ഓടിയിട്ടുണ്ട്. നിലവില് വാറണ്ടി തിരിക്കാനൊന്നും കഴിയില്ലല്ലോ. നിലവിൽ വാറണ്ടി 8 വർഷമാണ് കമ്പനി കൊടുക്കുന്നത്. 8 വർഷം കഴിഞ്ഞിട്ടുണ്ട്. 5 വർഷത്തോളം കമ്പനി വാറണ്ടി നിലനിൽക്കുന്ന ഒരു വണ്ടിയാണ് കേട്ടോ. വണ്ടിക്ക് റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഒന്നുമില്ല, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. സൺറൂഫ് ഒക്കെ വരുന്ന എക്സെഡ് പ്ലസ് ആണ് വാഹനം വരുന്നത്. ഓക്കെ, ഈ ഒരു വാഹനം ഇപ്പൊ എത്രയാണ് ആസ്കിണത്? അതുപോലെ തന്നെ ഓൺ റോഡ് അന്നത്തെ ഇറങ്ങുമ്പോൾ 18 ലക്ഷം രൂപ റേഞ്ച് വരുന്ന 18 ലക്ഷം രൂപ വരുന്ന വണ്ടിയാണ്. ഇപ്പൊ നമ്മൾ 10,75,000 രൂപ കൊടുക്കും. ഏകദേശം 8 ലക്ഷം രൂപയോളം വില കുറവിൽ കൊടുക്കും. ഓക്കെ, ഈ വാഹനം എടുക്കുന്നവർക്ക് തീർച്ചയായിട്ടും ബെനിഫിറ്റ് ആണ്. ഈ ഒരു പ്രൈസിന് ഒരിക്കലും ഇത്ര ഇലക്ട്രിക് വണ്ടി, അതും ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, ഈ ലോൺ കിട്ടാൻ ചാൻസ് ഉണ്ട്? ഫുൾ ലോൺ കിട്ടും. ഫുള്ള് ലോൺ കിട്ടും. ഈ ലോങ് ഒക്കെ യാത്ര ഉള്ളവർക്ക് തീർച്ചയായിട്ടും അഫോർഡബിൾ ആയിട്ടുള്ള വാഹനമാണ്. ഓക്കെ, അപ്പൊ അടുത്തായിട്ട് നമുക്കൊരു ഓഫർ റേറ്റിനൊരു ടിയാഗോ പരിചയപ്പെടുത്തിയാലോ? 2019 വണ്ടിയാണ്. 19 മോഡലില് 58,000 ഓടിയിട്ടുള്ളൂ. 58,000 ഓടിയിട്ടുള്ളൂ. ഓക്കെ, വണ്ടിക്ക് എന്തെങ്കിലും റീപ്ലേസ്മെന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർ. ഓക്കെ, സർവീസ് ഹിസ്റ്ററി അവൈലബിൾ അല്ലേ? 4 പുതിയ ടയറാണ്. പുത്തൻ ടയർ. എന്തെങ്കിലും റീപ്ലേസ് ഉണ്ടോ വണ്ടിക്ക്? ഒന്നുമില്ല അല്ലേ? ഓക്കെ, ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് വാഹനമാണ്. നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ലേഡീസിനൊക്കെ നമുക്ക് പ്രിഫർ ചെയ്യാം. ഓക്കെ, അപ്പൊ എത്രയാണ് ഈ വാഹനത്തിന്? 4,75,000 രൂപയാണ്. 4,75,000 ഓട്ടോമാറ്റിക് വണ്ടി 19 കൊടുക്കാം. പിന്നെ ഏകദേശം എത്ര ലോൺ കിട്ടും? ഫുൾ ലോൺ കിട്ടും. ഓക്കെ, നമുക്ക് ഓഫർ പ്രൈസിലൊരു ടെറാനോ കൊടുത്താലോ? നിസാന്റെ ഡീറ്റെയിൽ വന്നിട്ടുള്ളൂ. പോളിഷ് ചെയ്തൊരു പുതിയ വണ്ടി ഡെലിവറി കൊടുത്തൂടെ? ഇത് കിലോമീറ്റർ ഓടിയുണ്ട്? 1,20,000 കിലോമീറ്റർ ഓടിയുണ്ട്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് നിലവിൽ. റീപ്ലേസ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. മോഡൽ 2014 മോഡൽ എക്സൽ ആണ്. എക്സൽ അല്ലേ? ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ സീറ്റ് കവർ, സ്റ്റിയറിംഗ് കവർ, ഹാൻഡ് റെസ്റ്റ്, ടച്ച് സ്ക്രീൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ? 4 ഡോർ പവർ വിൻഡോ, എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഈ ഒരു ഡീസൽ വാഹനത്തിന് എത്രയാണ് നമ്മൾ ആസ്ക് ചെയ്യുന്നത്? 4.5 ലക്ഷം രൂപ ചോദിക്കുന്നു. നോക്കിയിട്ട് മാക്സിമം കൊടുക്കാം. 4.5 ലക്ഷം രൂപ കൊടുക്കാം. ഈ വാഹനത്തിന് ലോൺ ലഭിക്കുമോ? ലോണും കിട്ടൂലേ? ഓക്കെ, അപ്പൊ നമ്മൾ അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ സർപ്രൈസ് ആണ്. പൊട്ടിച്ചാലോ? വെറും 2.5 ലക്ഷം രൂപക്ക് എന്ന് പറഞ്ഞത്. വീണ്ടും നമ്മൾ ഓഫർ പറഞ്ഞിട്ട് ആ വിലയും കുറച്ച് വെറും 2,20,000 രൂപക്ക് 2 വാഹനങ്ങൾ, അതും ഒന്ന് ഡീസലും ഒന്ന് പെട്രോളും അല്ലേ? മോഡൽ കൂടിയ വണ്ടികൾ. ഇത് എത്ര മോഡല്? 2011 വണ്ടിയാണ്. 11 മോഡൽ. ഓണർഷിപ്പ് സെക്കൻഡോ തേർഡോ ആണ്. സെക്കൻഡ് തേർഡ് അല്ലേ? കിലോമീറ്റർ 1,00,000 മുകളിൽ ഓടിയിട്ടുണ്ട്. ഈ വാഹനത്തിന് മെയിൻ ആയിട്ട് വരുന്ന ഇത് ഇഞ്ചക്ടറിന്റെ പ്രശ്നമാണ്. ഈ വാഹനത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ 20-ന് മുകളിൽ ഏകദേശം 25ഓളം കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു അടിപൊളി വെഹിക്കിളാണ് കേട്ടോ. അത്യാവശ്യം ഡീസൽ പെർഫോമൻസ് 1500 cc എഞ്ചിൻ വരുന്നൊരു വണ്ടിയാണ് ഈ വണ്ടി. ഈ 2 വണ്ടി കൂടി നമുക്ക് ഒരു 2,20,000 രൂപക്ക് കൊടുക്കാം അല്ലേ? ഓക്കെ, അപ്പൊ അടുത്തായിട്ട് കേട്ടം പരിചയപ്പെടാം. ഇത് മോഡൽ, ഡീറ്റെയിൽ, കിലോമീറ്റർ. ഇപ്പോ ഈ 2 അപ്പൊ ആൾക്കാർ സംശയമായിരിക്കും ഇത് മേജർ ആക്സിഡന്റോ അതോ എഞ്ചിൻ പണിയാൻ വണ്ടികളാന്നൊക്കെ. രണ്ടും അത്യാവശ്യം നല്ല വർക്കിംഗ് കണ്ടീഷനുള്ള വണ്ടിയാണ് അല്ലേ? ഓക്കെ, മേജർ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കണ്ടീഷൻ ഇന്റീരിയർ തന്നെയാണ്. അപ്പോൾ ഈ 2 വാഹനം കൂടി ആർക്കെങ്കിലും എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഈ ഇങ്ങനത്തെ ഒരു വണ്ടിയൊന്നും ആർക്കും കിട്ടൂല ഈ ഒരു പ്രൈസിൽ. അത് നമ്മൾ ഗ്യാരണ്ടിയാണ് പറയുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ ഈ ഒരു ചെറിയ എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. എല്ലാവർക്കും തന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരുപാട് ഓഫറുകൾ നിങ്ങളുടെ മുന്നിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. കൂടാതെ വാറണ്ടി ഉള്ള വാഹനങ്ങൾ നമ്മൾ കൊടുക്കുക. ഒരുപാട് ഷോറൂമുകൾ കൊടുക്കാൻ മടിക്കുന്ന ഒരു സംഭവമാണ്. സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾക്ക് വാറണ്ടി അത് ഇവർ നൽകുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ പറഞ്ഞ വാഹനങ്ങളുടെ പ്രൈസിനൊക്കെ മാക്സിമം ഡിസ്കൗണ്ട് വീഡിയോ കണ്ടുവരുന്ന കസ്റ്റമേഴ്സിന് സ്പെഷ്യൽ ഓഫറിൽ നമ്മൾ കൊടുക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ വീഡിയോ ഷെയർ ചെയ്തോളിയും. അപ്പോൾ നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു. ലൊക്കേഷൻ നമുക്ക് കോഴിക്കോട് നിന്ന് വരികയാണെങ്കിൽ താമരശ്ശേരി എത്തുന്നതിന് മുന്നേ സൗത്ത് കൊടുവള്ളി ഷോറൂമിന്റെ പേര് ഓട്ടോ വെഞ്ചർ എന്നാണ്. അപ്പോൾ നമ്മൾ അടുത്തൊരു കിടുക്കാച്ച എപ്പിസോഡ് ഇവിടുന്ന് തപ്പിപ്പിടിച്ച് വരുന്നത് വരേക്കും ഗുഡ് ബൈ.